അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഓരോ മനുഷ്യനും പൂർണ്ണമായും സ്വതന്ത്രരാണ്. കാരണം അവർ ദൈവത്തെ ഭയപ്പെടുന്ന കാരണം അനീതിയെയും അക്രമങ്ങളെയും ദൈവത്തിന് ഹിതകരമല്ലാത്ത ഒരു പ്രവൃത്തിയും ചെയ്യുകയില്ല. ചെയ്യുവാൻ അവർക്ക് ഭയം ഉണ്ട്. കാരണം അവർ വിശ്വസിക്കുന്നു, ദൈവം എൻ്റെ ഹൃദയത്തിൽ, ദൈവം എന്നോട് കൂടെ, ഞാൻ നടക്കുന്ന വഴികളെല്ലാം ദൈവം അറിയുന്നു, ദൈവം നോക്കുന്നു, കാണുന്നു എന്ന പൂർണ്ണമായുള്ള വിശ്വാസം അവരുടെ ജീവിതത്തിൽ നന്മയ്ക്കായുള്ള ഒരു ഭയം, ഒരു ചിന്തയെ ജീവിപ്പിക്കും. യോബിന്റെ പുസ്തകം 24-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: അവൻ അവർക്ക് നിർഭയവാസം നൽകുന്നു, അവർ ഉറച്ചു നിൽക്കുന്നു, എങ്കിലും അവന്റെ ദൃഷ്ടി അവരുടെ വഴികളിന്മേലുണ്ട് എന്ന്. ഇപ്പോൾ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് നമ്മുടെ ഹൃദയത്തിൽ തോന്നുമ്പോൾ ഒരു കാര്യം വ്യക്തമാക്കണം. ദൈവത്തിന്റെ ദൃഷ്ടി അവരുടെ വഴികളിന്മേലുണ്ട്. ഏത് വഴികളിൽ കൂടിയാണ് അവർ യാത്ര ചെയ്യുന്നത് എന്ന് ദൈവം വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നുണ്ട് എന്ന് ഇവിടെ യോബ് ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവം നമ്മെ ശ്രദ്ധിക്കുന്നു. ദൈവം നമ്മുടെ ഓരോ ചുവടുവയ്പ്പിനെയും ചിന്തകളെയും പ്രവൃത്തികളെയും സവിസ്തരം അറിയുകയും നോക്കുകയും ചെയ്യുമ്പോൾ നാം ദൈവത്തിൽ ഭയന്ന്, ദൈവത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരുവാൻ സാധ്യതകൾ ഇല്ല. കാരണം ദൈവഹിതപ്രകാരം ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് നാം ചെയ്യുന്നത്. ആയതിനാൽ ദൈവം അവരെ അനുഗ്രഹിക്കുകയും ചെയ്യും എന്നുള്ളത് വാസ്തവം തന്നെയാണ്. ഇവിടെ യോബ് 31:4 പറയുന്നു: എന്റെ വഴികളെ അവൻ കാണുന്നില്ലയോ, എന്റെ കാലടികളൊക്കെയും എണ്ണുന്നില്ലയോ എന്ന്. നമ്മൾ ഓരോ കാൽച്ചുവടുകളും വയ്ക്കുന്നത് ദൈവം എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്കൊക്കെയാണ് നാം യാത്ര ചെയ്യുന്നത്? നമ്മുടെ യാത്രയിൽ നാം എന്തൊക്കെ പ്രവൃത്തികളാണ് ചെയ്യുന്നത്? അത് നമുക്കും മറ്റുള്ളവർക്കും നന്മയ്ക്ക് വേണ്ടിയുള്ളതാണോ തിന്മയ്ക്ക് വേണ്ടിയുള്ളതാണോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പരസ്പരം തമ്മിൽ സ്നേഹിക്കുവാനും സഹായിക്കുവാനും നന്മകൾ അനുഭവിക്കുവാനും വേണ്ടിയാണ്. അതൊക്കെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സങ്കീർത്തനം 119-ന്റെ വാക്യം പറയുന്നത്: ഞാൻ നിന്റെ പ്രമാണങ്ങളെയും സാക്ഷ്യങ്ങളെയും പ്രമാണിക്കുന്നു, എന്റെ വഴികളെല്ലാം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു എന്ന്. അപ്പൊ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞാൻ നിന്റെ പ്രമാണങ്ങളെയും സാക്ഷ്യങ്ങളെയും പ്രമാണിക്കുന്നു എന്ന്. അപ്പോൾ ദൈവത്തിന്റെ പ്രമാണം എന്താണ്? മനുഷ്യൻ എപ്രകാരമുള്ളവനാണ്, മനുഷ്യൻ എപ്രകാരമാണ് ഈ ഭൂമിയിൽ ആയിരിക്കേണ്ടത്, അവരുടെ തലമുറകൾ എപ്രകാരമാണ് ആയിരിക്കേണ്ടത്, അത് ദൈവത്തിന് ഹിതപ്രകാരമുള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ പ്രമാണങ്ങൾ, കൽപ്പനകൾ നമ്മൾ അനുസരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ സഹായിക്കും, തലമുറകളെ സഹായിക്കും. ഇന്നിപ്പോൾ നമുക്കറിയാം എത്രയോ മാതാപിതാക്കൾ ഇപ്പോൾ പരീക്ഷയൊക്കെ നടക്കുകയാണ്, 10ാം ക്ലാസ്സിലെയൊക്കെ. വളരെയേറെ പ്രതീക്ഷകളോടെയാണ് ഒരു മകനെ അല്ലെങ്കിൽ ഒരു മകളെ പഠിപ്പിച്ചു കൊണ്ടുവരുന്നത്. ചിലപ്പോൾ ആ വീടിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും വഹിക്കേണ്ട ഒരാളായിരിക്കും ഈ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതുന്നത്. വളരെ ശ്രദ്ധയോടെ നല്ലതുപോലെ പഠിക്കണം. അങ്ങനെ വലിയതായി, മിടുക്കനായി, വലിയവനായി ആ വീടിന്റെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കണം
അതൊക്കെ ഒരു മാതാവിന്റെയും പിതാവിന്റെയും സ്വപ്നം മാത്രമല്ല, അവരുടെ ജീവിതത്തിലെ ആഗ്രഹമാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായി നമുക്ക് നല്ല ബന്ധമുണ്ടെങ്കിൽ, ദൈവത്തിന്റെ കൽപ്പനകളെ നാം പ്രമാണിക്കുന്നുവെങ്കിൽ, തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് ഇവിടെ കാണുവാൻ കഴിയും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം പറയുന്നത്, എന്റെ ദൃഷ്ടി അവരുടെ എല്ലാ വഴികളിലൂടെയും മേൽ വച്ചിരിക്കുന്നു, അവ എനിക്ക് മറഞ്ഞു കിടക്കുന്നില്ല. അവരുടെ അകൃത്യം എന്റെ കണ്ണിന് ഗുപ്തമായിരിക്കുന്നതും ഇല്ല. അപ്പോൾ ഓരോ മനുഷ്യന്റെയും പ്രവൃത്തി എന്താണ് എന്ന് ദൈവം കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗുപ്തമായതെന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്നത്, ഇതുവരെയും വെളിപ്പെടാത്തത്. അപ്പോൾ മനുഷ്യന്റെ ഹൃദയം എന്താണ് എന്ന് ആർക്കറിയാം? ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലെ ചിന്തകൾ എന്താണ് എന്ന് മറ്റൊരു മനുഷ്യനും അറിഞ്ഞുകൂടാ. എന്നാൽ ദൈവം അതൊക്കെയും അറിയുന്നു. അതാണ് ഇവിടെ പറയുന്നത്, എന്റെ ദൃഷ്ടി അവരുടെ എല്ലാ വഴികളുടെയും മേൽ വച്ചിരിക്കുന്നു, അവ എനിക്ക് മറഞ്ഞിരിക്കുന്നില്ല. അവരുടെ അകൃത്യം എന്റെ കണ്ണിന് ഗുപ്തമായിരിക്കുന്നതുമില്ല എന്ന്. അപ്പോൾ അകൃത്യം ആര് ചെയ്തുവെങ്കിലും അത് ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നാണ് അകൃത്യം. മനുഷ്യൻ അകൃത്യത്തിലാണ് ജീവിക്കുന്നത്. അവനെ അകൃത്യത്തിൽ നിന്നും പോക്കി അവനെ ശുദ്ധീകരിച്ച് അവന്റെ ആത്മാവിനെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നതും 33.5 വയസ്സ് വരെ ഇവിടെ ജീവിച്ചിരുന്നു കൊണ്ട് ദൈവരാജ്യത്തെ പറ്റി പ്രസംഗിക്കുകയുമൊക്കെ ചെയ്തു. അനേക രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, ഭൂതങ്ങളെ അനേകരിൽ നിന്നും പുറത്താക്കി, അനേകർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകിക്കൊടുത്തു. തന്റെ 33.5 വയസ്സായപ്പോൾ കൽവരിയിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ മാനവരാശിയുടെ മുഴുവൻ ആത്മാവിന്റെയും രക്ഷയ്ക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടു. ആ പരമയാഗം നമ്മുടെ അകൃത്യങ്ങളെ നീക്കിക്കളഞ്ഞ് ദൈവം വസിക്കുന്ന ഇടത്ത് ദൈവത്തോടുകൂടെ കർത്താവിനോടുകൂടെ ആയിരിക്കുവാൻ വേണ്ടി ആയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം ഇവിടെ തിരിച്ചറിയേണ്ടതാണ്. ഇവിടെ സങ്കീർത്തനം 16:11 പറയുന്നു, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദവും ഉണ്ട് എന്ന്. അപ്പോൾ ജീവന്റെ വഴി നമുക്ക് കാണിച്ചു തരുവാൻ വേണ്ടിയാണ്, ആ വഴി നമുക്ക് തുറന്നു തരുവാൻ വേണ്ടിയാണ്. ആ ജീവന്റെ വഴിയിൽ കൂടി നാം മുൻപോട്ട് പോകുവാൻ വേണ്ടിയാണ്. നിത്യമായ ആ ജീവിതത്തിലേക്ക് നാം കർത്താവിനോട് കൂടെ ആയിരിക്കേണ്ടത്. കർത്താവ് തന്നെ നമുക്കായി തുറന്നിരിക്കുന്ന ആ ജീവന്റെ വഴിയിൽ കൂടി പ്രിയമുള്ളവരെ നമുക്ക് യാത്ര ചെയ്യാം എന്ന പ്രാർത്ഥനയോടെ വചനം കേട്ട സകലരെയും കർത്താവായ യേശുക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടും കൂടെ എൻ്റെ വാക്കുകൾ ഞാനിപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ, നിങ്ങളുടെ ഭവനങ്ങളിൽ എന്നും എപ്പോഴും വലിയ അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.